ഹായ് എല്ലാവർക്കും റിഷ്മി ലോക്സിൻ്റെ പുതിയൊരു സ്വാഗതം. 2025 മോഡൽ അപ്ഡേറ്റഡ് ടാറ്റ ആൾട്രോസിലെ അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയൻ്റ് പറഞ്ഞ ടോപ്പിൻ്റെ വേരിയൻ്റാണ്. ഈ വേരിയൻ്റ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആൾട്രോസ് ടോപ്പിൻ്റെ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടോപ്പിലെ റൂഫ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് ഡുവൻ ഗോൾഡ് കളർ നമുക്ക് തന്നെ ഒരു റോഡ് പ്രസൻസ് തരുന്ന കളറാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് ഉണ്ടെങ്കിൽ ആണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള 2 കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോളിൽ പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ കൂടിയ കീ ആണ്. നമുക്ക് ഫോളോ മീ ഹോം ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷൻസ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് 2 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ് ഹൈ ബീമിൽ ലോ ബീമിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് LED DRLs കാണാം. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് എല്ലാം ഒരു ക്ലോസ്ഡ് ഡിസൈനിൻ്റെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടാറ്റ ലോഗോയുടെ താഴെ 360 ക്യാമറ കാണാം. ടാറ്റയുടെ പുതിയ ലോഗോ കൊടുത്തിരിക്കുന്നു. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് ഡയമണ്ട് പുതിയ ഡിസൈനിലുള്ള ഡയമണ്ട് കട്ട് അലോയ് ആണ്. 185/70/16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. നടുക്ക് ഹൈപ്പർ സ്റ്റൈൽ വീൽസിലുള്ള ലുക്കിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി മിറേഴ്സിലേക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ 360 ക്യാമറ കാണാം. ഞങ്ങൾക്ക് മിറേഴ്സ് ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻസ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഫ്ലഷ് ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ്. അത് ലൈറ്റ് ഇൻഡിക്കേഷൻ കാണാം. കീല സെൻറ്റർ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള വിൻഡോ ലൈൻ നമുക്ക് പോകുന്നത് കാണാം. വശങ്ങളിൽ വേറെ ക്ലാഡിങ് അങ്ങനെ തന്നെ വരുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള വശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. UV കട്ട് ഗ്ലാസ്സുകളൊന്നും തന്നെ വരുന്നില്ല. റൂഫ് ബ്ലാക്ക് കളറിലാണ്. സിംഗിൾ ബേസ് സൗണ്ട് റൂഫ് കാണാം. ബാക്കിൽ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിരുന്നു. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിരുന്നു ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ്. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ഫ്ലഷ് ഓപ്പൺ ഡോർ ഹാൻഡിൽസ് കൊടുത്തപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് തന്നെ ചേഞ്ച് ചെയ്തിട്ട് ടോപ്പ് മൗണ്ടഡിലാക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് എല്ലാ വേണ്ടികളുടെ ബാക്കിൻ്റെ ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണുള്ളത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ വരുന്നില്ല. നമുക്ക് പക്ഷേ സ്പോയിലറിൻ്റെ ഒരു ഹിപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ബ്ലാക്ക് ഫിനിഷാണ്, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറായിട്ട് ചെയ്യാവുന്നതാണ്. അതിനടുക്കായിട്ട് ഹാൻഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വൈപ്പർ മാസ്റ്റർ ഡിഫോറോഡ് ഗ്ലാസ്സുകളാണുള്ളത്. നമുക്ക് പുതിയ ആൾട്രോസ് നമുക്ക് കണക്റ്റഡ് ടൈലറ്റ് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ താഴത്തെ പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിൻ്റെ മുകളിലത്തെ പോർഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിഫ്ലക്റ്റേഴ്സ് കാണാം. DCN ടോപ്പിൻ്റെ DCN ബാജിങ് കാണാം. ആൾട്രോസിന് വലിയ ബാജിങ് കൊടുത്തിരിക്കുന്നു. വേരിയൻറ്റിൻ്റെ ബാജിങ് ഒന്നും ഞാൻ എല്ലാം വരുന്നില്ല. ടാറ്റ ലോഗോൻ്റെ താഴെ നമുക്ക് റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിൽ വലിയ ബൂട്ടുകളാണ്. ബൂട്ട് ലാമ്പ് ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റുകൾ ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇനി പാസർ ട്രേ കാണാം. നമുക്ക് ബൂട്ട് വലിച്ചടയ്ക്കാനായിട്ടുള്ള ഒരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫ്ലഷ് ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് സെൻസർ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ടോൺ കളറിലാണ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഡോർ പാലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാം. ടോപ്പിൽ ബ്ലാക്ക്, ഇവിടെ ഒരു ബീച്ച് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു കൈ വെക്കുന്ന പോർഷൻസ് എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. 4 പൗണ്ടർ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ഓപ്ഷൻ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ പിന്നെ ആൻറ്റി പിഞ്ചിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഇൻസെറ്റിലാണ്. താഴെ ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. സ്പീക്കർ ബില്ല് കൊടുത്തിരിക്കുന്നു. ടൂട്ടർ ബില്ല് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് പറഞ്ഞാൽ വൈറ്റ് ഫിനിഷിലാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് കവർ അല്ലെങ്കിൽ സീറ്റ് കവർ മേടിച്ചിട്ട് അതിലേക്ക് സീറ്റ് നമുക്ക് പെട്ടെന്ന് ചെളിയാവാൻ സാധ്യതയുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് കാണാം. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെക്ക് പെഡൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്നു. ഹൂട്ട് ഓപ്പൺ ചെയ്യണത് ഫസ്റ്റ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. ഇനി അകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ടോൺ കളറാണ് ഈ വാഹനത്തിന് ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടോപ്പിലെ ബ്ലാക്ക്, ഇവിടെ ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ്, ഈ സിമെൻസിൻ്റെ ചുറ്റും ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷിനെ പറയുന്ന ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ടെക്സ്റ്റേഡ് ബ്ലാക്ക് ഫിനിഷാണ്. താഴത്തെ പോർഷൻ്റെ ഒരു ഓഫ് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇനി മറ്റു നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആംബിയൻറ്റ് ലൈറ്റിങ്
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹെറിയറിലൊക്കെ കാണുന്ന എല്ലാ ടോപ്പ് എൻഡ് വാഹനം കാണുന്ന സിമിലർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ടറിലൊരു ബ്ലാക്ക് ഫിനിഷും ഇൻസൈഡിലൊരു ഗ്രേ ഫിനിഷിൻ്റെ രീതിയിലാണ്. അത് ലെതർ ആർട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. താഴെ ബ്ലാക്ക് ഫിനിഷ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇടവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പലവശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ക്ലസ്റ്റർ കൺട്രോളുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. DC ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡ് ഷിഫ്റ്റേഴ്സ് കാണാം. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് റെയിൻ സെൻസിങ് വൈപ്പർ കൂടി അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് യൂണിറ്റ് ആണുള്ളത്. അത് ഈ ഒരു ടോപ്പ് എൻഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റു വരുന്നത് നമുക്ക് ഫുള്ളി ഡിജിറ്റലാണ്, പക്ഷേ 8 ഇഞ്ചിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്ന സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ സ്ക്രീനിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. നമുക്ക് ഡ്രൈവിംഗ് ഇൻഫർമേഷൻ, നമുക്ക് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു എംറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് ട്രിപ്പ് എ ട്രിപ്പ് ബി നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നാവിഗേഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ക്ലസ്റ്ററിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ എല്ലാം ടയർ പ്രഷർ മോണിറ്ററിങ്, പിന്നെ ഡിസ്റ്റൻസ് ടു എംറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ നെക്സോണും ഹാരിയറിലൊക്കെ കാണുന്ന 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ പ്യൂരിഫയർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓഡിയോ മോഡുകൾ അത് ഈ ടോപ്പ് എൻഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓഡിയോ മോഡുകൾ വരുന്നുണ്ട്. പിന്നെ ആംബിയൻറ്റ് ലൈറ്റ് കൺട്രോളുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് പർപ്പിളിലേക്ക് ചേഞ്ച് ചെയ്താൽ പിങ്കിഷ് കളർ ചേഞ്ച് ആവും, റെഡിലേക്ക് ചേഞ്ച് ചെയ്താൽ റെഡ് കളറിലേക്ക് ചേഞ്ച് ആവുന്നത് കാണാം. ഇനി അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ പ്ലസ് 360 ആണ് കൊടുത്തിരിക്കുന്നത്. 360ൽ 2D 3D മോഡുകൾ, പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നമുക്ക് AC കാണാൻ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് 360 ക്യാമറയുടെ വ്യൂ ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമുക്ക് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് ടച്ച് പാനലാണ്, ഓട്ടോമാറ്റിക് ലാമ്പ് കൺട്രോൾ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് Type-C 465 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. USB കണക്റ്റുള്ള ഓപ്ഷൻ കാണാം. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ടോപ്പ് എൻഡിൽ വയർലെസ് ചാർജിങ് പാഡ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി നമുക്ക് DC ഗിയർ കാണാം. P പ്രസ് ചെയ്താൽ പാർക്കിലേക്ക് ചേഞ്ച് ആകും. നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ബ്ലഡ് സീറ്റ് കാണാം. സീറ്റ് ടൈ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ വേണ്ടിയിട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡ് ആൻഡ് അതിൻ്റെ ബാഡ്ജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരുന്നു. ഡ്രൈവർ സൈഡിൽ സംവേഴ്സസ് വിത്ത് മിററാണ്. സെൻറ്റർ IR VMS, മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMS ആണ്. ഓട്ടോ ഡിമ്മിങ്ങൊന്നും തന്നെ വരുന്നില്ല. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരുന്നു. ഡ്രൈവർ സൈഡിൽ സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാവുന്നത്. നമുക്ക് ആൾട്രോസിന് നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫ് കാണാം. അത് കൺട്രോൾ ചെയ്യാൻ 1 ടച്ച് ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം സൈസായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ലൈറ്റും പ്ലസ് കൂൾഡ് ഫീച്ചറോടെ ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 കട്ടായിട്ടുള്ള രീതിയിലാണ് ഗ്ലോ ബോക്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 90 ഡിഗ്രിയിൽ തന്നെ വൈഡായിട്ട് തുറക്കാൻ പറ്റും. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ് എല്ലാം 12 ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. പൗണ്ടർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കറുകൾ കാണാം. ബോട്ടിൽ ഓർഡേഴ്സ്. ബാക്കിലേക്കുള്ള നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 2 Type-C ചാർജിങ് പോർട്ടുകൾ കാണാം. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. സെൻറ്ററിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റ് അതിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം ആൻഡ് റൂം കാണാം. സ്കൂപ്പ് ഔട്ട് ഇരിക്കുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർ നിന്നാൽ പോലും ഏകദേശം 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണും. സൺറൂഫ് ഉണ്ട്. ഹെഡ് റൂമിൻ്റെ ഇഷ്യൂസ് ഒന്നും എന്തായാലും വരുന്നില്ല. വൈഡായിട്ടുള്ള ബാക്ക് സീറ്റ്സ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആൾട്രോസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിലെ 5 സ്റ്റാർ റേറ്റിംഗ് വാണാണ് ഈ ആൾട്രോസ്. ബേസ് ചെയ്യേണ്ട തൊട്ടേ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡർ, ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനത്തെ പ്രത്യക്ഷ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് കൊണ്ടുപോയി റൈഡ് ആൻഡ് റിസ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ പെട്രോൾ ആൻഡ് DC നമുക്ക് CNGയിലും വരുന്നുണ്ട്. ഡീസലിനും വരുന്നുണ്ട്. 1.5 ലിറ്റർ ഡീസലാണ് വരുന്നത്. ഡീസലിന് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നില്ല. നമുക്ക് CNGയിൽ നമുക്ക് ഡ്യുവൽ ടാങ്കുകളായിട്ട് കൊടുത്തിരിക്കുന്നു. ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ടോപ്പിന് വീട്ടിലേക്ക് 13,51,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്.
പ്യുർ വീലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്യുറിൽ ഏകദേശം 10,52,000 രൂപയാണ് എൻ്റെ പ്രൈസ്. പ്യുർ AMTയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 11,52,000 രൂപയായിരുന്നു. ക്രിയേറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവിന് 10,50,000 രൂപയാണ്. ക്രിയേറ്റീവ് AMTയിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,53,000 രൂപയായിരുന്നു. ക്രിയേറ്റീവ് DCയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12,51,000 രൂപയാണ് എൻ്റെ പ്രൈസ്. നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഫോർ മോർ ഇൻഫർമേഷൻ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണാൻ അവരെ. ബൈ ബൈ.